തിരുവാതുക്കൽ ഇരട്ട കൊലപാതകം ആര് ചെയ്തു എന്നത് സംബന്ധിച്ച് ഏതാണ്ട് വ്യക്തത വന്നിരിക്കുന്നു. അമിത് ഒറാങ് എന്ന അസം സ്വദേശി, അയാൾ ജയിലിലായിരിക്കുന്നു, റിമാൻഡിലായിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഒരുപാട് തെളിവുകൾ ഈ കേസിൽ പുറത്തു വന്നിട്ടുണ്ട്. CCTV അടക്കമുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അതിനെല്ലാം അപ്പുറത്തേക്കാണ് സാക്ഷിമൊഴി. അമിത് ഒറാങ്ങിനെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരുവാതുക്കൽ വരെ വിട്ട ഓട്ടോ ഡ്രൈവർ ജയേഷിനെ ന്യൂസ് 18 കണ്ടെത്തിയിരിക്കുകയാണ്. എന്താണ് ജയേഷിന് പറയാനുള്ളതെന്ന് കേൾക്കാം. എങ്ങനെയായിരുന്നു സംഭവം? രാത്രിയിലൊരു 12:10-12:15 ആ ടൈമിൽ വന്ന് ഈ പയ്യൻ ചോദിച്ചു തിരുവാതിക്കൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം ചാർജ് എത്രയാണെന്ന് ചോദിച്ചു. ചാർജ് പറഞ്ഞു. ഒരാളെ ഉള്ളെന്ന് പറഞ്ഞു. അവർ ഒരാളാണെങ്കിലും 3 പേരാണെങ്കിലും ഒരേ ചാർജാന്ന് പറഞ്ഞു. അവിടെ നിന്ന് നേരെ തിരുവാതിക്കൽ ചെന്നു. അപ്പം ഈ വഴിക്കാണ് ബേക്കറി ജംഗ്ഷൻ വഴി നേരെ അങ്ങാണ് പോയത്. തിരുവാതിക്കൽ ജംഗ്ഷനിൽ ചെന്ന് അവിടെ ഒരു ATMൻ്റെ സൈഡിൽ കൊണ്ട് നിർത്തി. അവിടെ വെട്ടമുള്ളൊരു സ്ഥലം അതായിരുന്നു. അവിടെ കൊണ്ട് നിർത്തി. അവിടെ നേരെ പൈസ തന്നിട്ട് ആ കുമരകം റോട്ടിലോട്ട് നടന്നു പോകാനുണ്ട്. ഈ പൈസ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞിട്ടല്ലേ? അവിടുന്ന് പൈസയൊക്കെ ചോദിച്ച് അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടാണ് കയറിപ്പോരുന്നത്. നല്ല പെരുമാറ്റം കണ്ടിട്ട് സംശയം തോന്നാൻ ഒന്നുമില്ലായിരുന്നു. കാരണം മലയാളം സംസാരിച്ചത്. പിന്നെ ഒരാളെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏകാത്മി എന്ന് ഹിന്ദിയിലാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ആളുടെ വേഷം കണ്ട അന്നേരം ഒരു കുഴപ്പം തോന്നില്ല. ഒരു ജെന്റിൽമാൻ ലുക്ക്, ഒരു കാച്ചട്ടയും പെർമുട, നല്ല ബനിയൻ, അതൊക്കെ ഇട്ടേ. അതാണ് തിരിച്ചറിയാൻ പെട്ടെന്ന് സാധിച്ചു. അതിന് ആ വേഷം ശ്രദ്ധിച്ചുകൊണ്ടാണ് തിരിച്ചറിയാൻ പറ്റും. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നു ചേട്ടാ? അകത്തുനിന്ന് ഇറങ്ങി വന്നതാണ്. റെയിൽവേയുടെ അകത്തുനിന്നാണ് ഇറങ്ങി വന്നത്. അവിടെ നൈറ്റ് ഓട്ടം കിടക്കുന്നത്? അവിടെ ഓടാൻ കിടക്കുന്നതാണ്. പിന്നെന്താ, പിന്നെ ഈ ഇവൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞു ചേട്ടാ സ്വാഭാവികമായിട്ടും പിന്നെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല അല്ലേ? സാധാരണ ഒരു ഓട്ടം പോലെ. ആള് ഇറങ്ങിപ്പോയി. പുറകെ 2 വണ്ടി ഉണ്ടായിരുന്നു അങ്ങോട്ട് തിരിയാൻ വേണ്ടി. അപ്പോൾ ഞാൻ വണ്ടി തിരിച്ചിട്ട് ഒരു 2 സെക്കൻഡ് അവിടെ ചവിട്ടി നിർത്തി ആ വണ്ടി പോകാൻ വേണ്ടി. അപ്പോൾ ആള് ഇവനങ്ങോട്ട് നേരെ ആ കുമര റോട്ടിലോട്ട് അങ്ങ് നടന്നു പോകുന്നത് കണ്ട് ഞാൻ തിരിച്ചു പോരുകയും ചെയ്തത്. പിന്നെ ഈ സംഭവം കണ്ട് ചേട്ടൻ എന്താ തോന്നിയത്? ഇത് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? പിറ്റേ ദിവസം ഓടാൻ ചെന്നപ്പോഴത്തേക്കിന് പോലീസുകാർ വന്നിട്ട് ഇവൻ പ്രതിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഫോട്ടോ കൊടുത്തിട്ട് ഗ്രൂപ്പ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളെ കണ്ട അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫോണിലോട്ട് ഇവൻ്റെ ഫോട്ടോ വന്നപ്പോഴത്തേക്കിന് ഞാൻ തിരിച്ചറിഞ്ഞ് പെട്ടെന്നൊരു ഞെട്ടലാണ് ഉണ്ടായത്. കാര്യം ഒരു കൊച്ചു പയ്യനാണ്. ഇങ്ങനെ ചെയ്യുമോയെന്ന് നമുക്കൊരു അതിശയം തന്നെയായിരുന്നു. കണ്ടിട്ട് ഈ വാർത്തയൊക്കെ അന്ന് ശ്രദ്ധിച്ചിരുന്നു? ഇരട്ടക്കൊലയുടെ വാർത്തയൊക്കെ അല്ലാതെ വരുമ്പോൾ അതൊക്കെ ചേട്ടൻ ശ്രദ്ധിച്ചിരുന്നു? അത് ഇവിടെ ഓടി വെളുപ്പിനെയാണ് പോരുന്നത്. വന്നു കഴിഞ്ഞ് കിടന്ന് ഉറക്കമാണ്. ഉറങ്ങി എഴുന്നേറ്റൊരു 3-3:30 ആകുമ്പോൾ എഴുന്നേറ്റ്. അത് കഴിഞ്ഞ് ഈ ന്യൂസ് കണ്ടപ്പോഴത്തേക്കിന് ഇങ്ങനെ തിരുവാതിക്കൽ ഇങ്ങനെ ഇരട്ടക്കൊലപാതകം നടന്നേക്കുന്നത് കണ്ടായിരുന്നു. പിന്നെ ഓടാൻ പോവും. വൈകുന്നേരം ഒരു 5-5:30 ആകുമ്പോൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോവും. ആ സമയത്തുള്ള ന്യൂസ് കാണലേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ ഒരു ഇവനാണെന്നുള്ളൊരു ധാരണയൊന്നും അന്നേരം ഇല്ല. ഈ വൈകുന്നേരം സ്റ്റാൻഡിൽ ചെന്ന് ഇങ്ങനെ ഗ്രൂപ്പിനകത്ത് ഇവൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞെട്ടിയത്. എന്താ തോന്നുന്നത് ഇത്രയും ചെറിയൊരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ള? അതാ ഒരു അതിശയമായിരുന്നു. ഇത്രയും ചെറിയൊരു പയ്യൻ. TV-യിലൊക്കെ കാണുമ്പോഴേ ഉള്ളൂ ശകലം വലിപ്പമുള്ളൂ. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു കൊച്ചു പയ്യനാണ്. 2 പേരെയൊക്കെ ഇങ്ങനെ കൊല്ലാൻ ഇവനെ കൊണ്ട് സാധിക്കുമെന്നൊരു നമുക്കൊരു തോന്നലുണ്ടാവും. പിന്നീട് പോലീസ് എന്താ ചെയ്തത്? പോലീസുകാർ സ്റ്റാൻഡിൽ വന്ന് ഇങ്ങനെ നമ്പർ കൊടുത്തതിൻ്റെ പേരിൽ അവരെ വിളിച്ചു. CS സാറിനോട് സംസാരിച്ചു. ചേട്ടൻ വിളിച്ചോ അതോ അവർ വിളിച്ചു? നമ്മുടെ കൂട്ടുകാരെ കൂട്ടുകാരെ വിളിപ്പിച്ചു. ഞാണ്ട് സംസാരിച്ചു. കാര്യങ്ങളൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കി. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും കേസുമായിട്ട് സഹകരിക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും? തീർച്ചയായിട്ടും സഹകരിക്കാൻ തയ്യാറാണ്? തയ്യാറാണ്. കാരണം ഇത്രയും വലിയൊരു കൊലപാതകം അല്ലേ? അങ്ങനെ അയാൾ ചെറുപ്പക്കാരനാണെങ്കിലും കണ്ടാൽ പാവം തോന്നുമെങ്കിലും ചെയ്തത് വലിയൊരു സംഭവമാണ്. അതെ. നമുക്കും സുരക്ഷ ഇവരാണ്. നൈറ്റ് കിടക്കുന്ന പോലീസുകാരാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കണം സ്വാഭാവികമായിട്ട്. നേരത്തെ ഇങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ എന്തെങ്കിലും ഇതേപോലെയോ ക്രിമിനലുകൾ ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ അങ്ങനെ ഒരു അനുഭവങ്ങളൊക്കെ? ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഒരുപാട് വർഷമായി നൈറ്റ് ഓടാൻ പറഞ്ഞിട്ട്. ഇന്നേ വരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് ചില വലിയ വലിയ സംഭവങ്ങൾ വരികയാണല്ലോ. അതെ. ഇനിയിപ്പോൾ മൊഴിയെടുക്കാൻ വല്ല വിളിച്ചിട്ടുണ്ടോ? ഇതുവരെ വിളിച്ചിട്ടില്ല. വിളിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഷോക്കൊക്കെ മാറിയോ? ഷോക്കൊക്കെ മാറി. തീർച്ചയായും ജയേഷ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളുമായി യാത്ര ചെയ്യേണ്ടി വന്നതിൻ്റെ ഷോക്കിലാണ് ഇപ്പോഴും ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. രാത്രി ഓട്ടമാണ് ജയേഷ് പരമാവധി എടുക്കാറുള്ളത്. കാരണം പകൽ ഓട്ടം കിട്ടുന്നതിലും കൂടുതൽ രാത്രി ഓട്ടം കിട്ടും. രാത്രി കൂടുതൽ പൈസയും കിട്ടും. ദീർഘദൂര ഓട്ടങ്ങൾ കാര്യമായി കിട്ടും എന്നുള്ളത്. കാരണം ബസ് സർവീസൊക്കെ ഇല്ലാതാകുന്ന, ഒരു 9 മണിക്ക് ശേഷം ഇല്ലാതാകുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. അതെല്ലാ ജില്ലകളിലും അങ്ങനെ ഉണ്ടാകും. കോട്ടയത്ത്
അതിഥി തൊഴിലാളികൾ നിരവധി താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടേക്കൊക്കെയുള്ള ഓട്ടങ്ങൾ സാധാരണ കിട്ടാറുണ്ട്. ജയേഷ് ചൂണ്ടിക്കാണിക്കുന്നത് ആഴ്ചയിൽ 2 ഓട്ടമൊക്കെയാണ് നേരത്തെ, 2 വണ്ടികളൊക്കെയാണ് ഈ സമയത്ത് വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ എല്ലാ ദിവസവും രാത്രി വണ്ടികൾ ഉണ്ട്. ഈ അസം പോലെയുള്ള വിവിധ തൊഴിലാളികൾ എത്തുന്ന സ്ഥലങ്ങളിൽ ഉള്ളവരുണ്ട് എന്നുള്ളതാണ് ജയേഷ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുപ്രകാരം ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്തിയാൽ തന്നെ പലരും ആദ്യം ഒരു ബാർഗെയിനിങ് രീതിയാണ് നടത്തുന്നത്. ഒരു 100 രൂപയാണ്, ഇന്ന സ്ഥലത്തേക്ക് 100 രൂപ എന്ന് പറഞ്ഞാൽ അവർ 50 രൂപ തരാം എന്ന് പറയും. പിന്നെ അടുത്ത ഓട്ടക്കാരുടെ അടുത്ത് പോകും. അങ്ങനെ രീതിയാണ്. പക്ഷെ അമിത് ഒറാങ് അങ്ങനെ ചെയ്തില്ല. ഈ സ്ഥലത്തേക്ക് പോകാൻ 150 രൂപ എന്ന് പറയുന്ന സമയത്ത് ആ 150 രൂപയും തരാൻ തയ്യാറാണ്. ഏക് ആദ്മി എന്നുള്ളത് മാത്രമാണ്. ബാക്കിയെല്ലാം അയാൾ മലയാളത്തിൽ പറയുന്നു. അമിത് ഒറാങ്ങിന് മലയാളം അറിയാം. ഏക് ആദ്മി എന്നുള്ളത് മാത്രമായി ഹിന്ദിയിൽ പറയുന്നു. അപ്പോൾ ഈ ഈ ഡ്രൈവറായ ജയേഷ് പറയുന്നത് ഒരാളാണെങ്കിലും എത്ര ആണെങ്കിലും ഇതാണ് പൈസ എന്ന് പറയുമ്പോൾ 150 രൂപ എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് 3 കിലോമീറ്റർ അപ്പുറത്തുള്ളതാണ്. ഈ പലപ്പോഴും ജയേഷിനെ പോലുള്ളവർ നേരിടുന്ന ഒരു അനുഭവം, ഇവർ ഇങ്ങനെ പലതരം ബാർഗെയിനിങ് നടത്തുന്നതുകൊണ്ട് തന്നെ പല സ്ഥലത്തേക്കും പോകുമ്പോൾ ഒരുപക്ഷെ ഒരല്പം തുക കൂട്ടി പറയേണ്ടി വരും. കൂട്ടിൽ പറഞ്ഞാൽ മാത്രമേ ഇവരെത്തുന്ന സ്ഥലത്ത് നിന്ന് ഒരല്പം പൈസ കുറച്ചൊക്കെ കൊടുക്കുന്ന രീതികളും തർക്കങ്ങളുണ്ട്. ഇവർ പലപ്പോഴും ഒരു ഗ്രൂപ്പായിട്ടൊക്കെ കയറി പോകാറുണ്ട്. അപ്പോൾ അവിടെ ഒരു ഓട്ടോ തൊഴിലാളിക്ക് ഇങ്ങനെ വിജനമായ ഒരു സ്ഥലത്ത് പോയി നിന്നുകൊണ്ട് ഇവരോട് തർക്കിക്കാനോ ഒന്നും കഴിയില്ല. കാരണം ഇവർ ഏത് തരത്തിൽ ആക്രമിക്കും, ഇവരുടെ കയ്യിൽ എന്തൊക്കെ ആയുധങ്ങളുണ്ട്, ഇതൊന്നും പറയാൻ കഴിയാത്ത സാഹചര്യമുള്ളത്. പലപ്പോഴും ലഹരിയുടെ ഉപയോഗം കാര്യമായി ഇവർക്കിടയിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇവർ ലഹരി ഉപയോഗിച്ചാണോ ഇരിക്കുന്നത്, ഇവരുടെ കയ്യിൽ എന്തെങ്കിലും ലഹരിയുണ്ടോ, ഇങ്ങനെ 100,000 ഭയങ്ങളിലൂടെയാണ് ഈ മനുഷ്യരൊക്കെ രാത്രി ജോലികൾ ചെയ്യുന്നത്. അവിടെയാണ് അമിത് ഈ നിലയിൽ ഉണ്ടായത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. ഈ സംഭവം ഉണ്ടായ തൊട്ടടുത്ത ദിവസം പകൽ മുഴുവൻ ജയേഷ് വന്ന് കിടന്ന് ഉറങ്ങുന്ന കാഴ്ചയാണ്. വീട്ടിൽ രാത്രി ജോലി കഴിഞ്ഞ് കിടന്നുറങ്ങുന്നു. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി എണീറ്റ് പിന്നീടാണ് സുഹൃത്തുക്കൾ വിളിച്ചത്. അപ്പോഴേക്കും ഈ അമിത് ഒറാങ് എന്ന ആളുടെ ഫിംഗർ പ്രിന്റുകൾ പോലീസിന് ലഭ്യമായിരുന്നു എന്നുള്ളതാണ്. അതുപ്രകാരം വിവിധയിടങ്ങളിൽ CCTV പരിശോധന പോലീസ് നടത്തിയിരുന്നു. അങ്ങനെയാണ് ഈ തൊഴിലാളികൾക്കിടയിൽ ഈ ചിത്രം പോലീസ് CCTV ദൃശ്യം പോലീസ് കാണിക്കുന്നത്. ആ ദൃശ്യം കണ്ടാണ് ജയേഷ് ഞെട്ടുന്നത്. വളരെ സുമുഖനായി എന്നാണ് ജയേഷ് ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ നന്നായി ഡ്രസ് ചെയ്തുകൊണ്ട്, ഈ ഡ്രസ്സാണ് പ്രധാനപ്പെട്ടതായി ശ്രദ്ധിക്കുക. അതായത് അത് ഏതെങ്കിലും മുഷിഞ്ഞ ഡ്രസ്സൊന്നും ആയിരുന്നില്ല. ഒരു വളരെ ചെറിയ പയ്യൻ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യുമോ എന്നുള്ള സംശയമാണ് ജയേഷിനെ സംബന്ധിച്ച് വലിയ ഞെട്ടലാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും പോലീസുമായി പൂർണ്ണമായും സഹകരിക്കും എന്ന് തന്നെ ജയേഷ് പറയുന്നുണ്ട്. ഇപ്പോൾ കുമരകത്തെ ഈ തിരുവാതുക്കൽ ജംഗ്ഷനിൽ ഇറങ്ങിയ ശേഷം ഈ CCTVയിലൊക്കെ നേരത്തെ കണ്ടതുപോലെ കുമരകത്തേക്ക് തന്നെ പോകുന്നു. പിന്നീട് എന്ത് എന്നുള്ളത്, കാരണം ജയേഷിന്റെ മനസ്സിൽ ആ സമയത്ത് മറ്റൊരു തരത്തിലുള്ള ചിന്തയുമില്ല. ഇതിങ്ങനെ കൊലപാതകത്തിന് പോകുന്നതാണോ, അതുകൊണ്ട് തന്നെ അയാളെ നിരീക്ഷിച്ചിട്ടില്ല. അയാൾ ആ വഴിക്കേക്ക് പോകുന്നു. ജയേഷ് ഒരു വൈകാതെ ഓട്ടോ എടുത്ത് അവിടെ നിന്ന് മടങ്ങുന്ന കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഈ കേസിനെ സംബന്ധിച്ച് ഓരോ കേസിലും ദൃക്സാക്ഷികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃക്സാക്ഷിയാണ്, ഈ പ്രതിയുമായി സംഭവ സ്ഥലത്തെത്തിയ ദൃക്സാക്ഷിയാണ് ജയേഷ് എന്നുള്ളതാണ്. ജയേഷിൻ്റെ വാക്കുകളുടെ പ്രാധാന്യം കൂട്ടുന്നത്, ജയേഷ് എന്ന സാക്ഷിയുടെ പ്രാധാന്യം. തീർച്ചയായും ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട്. പക്ഷേ ഹോട്ടലിൽ താമസിച്ച ഒരാളെ സംബന്ധിച്ച് അയാൾ മറ്റെവിടേക്കെങ്കിലുമൊക്കെ പോകാം. പക്ഷേ പോയതാകാം എന്നുള്ളതാകാം ഒരുപക്ഷെ ഓട്ടോ, അതായത് ഹോട്ടൽ ജീവനക്കാരൻ്റെ മാത്രം മൊഴിയാണെങ്കിൽ. പക്ഷേ അതിനൊക്കെ തുടർച്ചയായി ഈ സംഭവ സ്ഥലത്തേക്ക് തിരുവാതുക്കലേക്ക് ഇയാളെ എത്തിച്ച ആൾ എന്നുള്ള നിലയിൽ ഈ കേസിലെ ഏറ്റവും നിർണായക, ഈ കൊലപാതകം നേരിട്ട് കണ്ട ആരെങ്കിലും ഉണ്ട് എന്നുള്ള വിവരം ഇതുവരെയുമില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയാണ് ന്യൂസ് 18നോട് എന്താണ് അന്ന് രാത്രി നടന്നത്, ആ രാത്രി എന്തുണ്ടായി എന്ന് വ്യക്തമാക്കുന്നത്. എന്തായാലും ജയേഷിൻ്റെ പ്രതികരണം പോലീസും പരിശോധിച്ചിട്ടുണ്ട്. ഇനി വിശദമായ മൊഴിയെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ സ്വാഭാവികമായും ഈ കേസിൻ്റെ തുടർ നടപടികളിൽ ജയേഷ് ഭാഗമാകുകയും ചെയ്യും.